ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറയണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഏകദേശം ടെസ്റ്റിൽ തെളിഞ്ഞു. പക്ഷേ ആളുകളോടും ഒക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇദ്ദേഹവും പ്രാർത്ഥിച്ചു. അടുത്ത ടെസ്റ്റില് ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി. 100% ക്യാൻസറിന്റെ അംശം പോലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. നിങ്ങളുടെ ഖളാഇനെ പോലും, അല്ലാഹു നിങ്ങൾക്ക് തീരുമാനിച്ച ഒരു കാര്യത്തെ പോലും പ്രാർത്ഥിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. ജീവിതത്തിൽ ഒരു അപകടം, ഒരു രോഗം, ഒരു പ്രതിസന്ധി റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചാൽ പറ്റും. ഏത് പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടാത്തത്? കുട്ടിയില്ലാതെ വയോവൃദ്ധനായി ജരാനര ബാധിച്ച് അസ്ഥികൾ ശോഷിച്ചുപോയി പ്രായാധിക്യം ചെന്ന തന്റെ വിധവയായ തന്റെ പ്രിയതമയെ നോക്കി നിരാശപ്പെടുകയല്ല ചെയ്തത്. റബ്ബേ, ഞാൻ നിന്നിൽ പ്രതീക്ഷയുള്ളവനാണ്. ഇന്ന റബ്ബി സമീഉ ദുആ. എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് കിട്ടിയില്ലേ മക്കളെ? എത്ര സമ്പന്നനായി. ഇന്നും ലോകത്ത് ഓർക്കപ്പെടുന്ന മക്കളിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയും ഉണ്ട്. എത്ര ആളുകൾക്ക് മക്കളുണ്ടായി? എല്ലാവരെയും ഓർക്കുന്നുണ്ടോ? പക്ഷേ 80ന്റെ നിറവിൽ വയോവൃദ്ധനാകുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കിട്ടിയ കുഞ്ഞിനെ ഇന്നും ലോകം ഓർക്കുന്നുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ പവർ. നമുക്ക് പ്രാർത്ഥിക്കാൻ എന്താ മടി? സക്കരിയ നബി അലൈഹിസ്സലാം തെളിവല്ലേ? ഇന്ത്യയിൽ എന്ന ലോകത്തുള്ള ഏതെല്ലാം രാജ്യത്തും പോയി കുട്ടിയെ കിട്ടാനുള്ള ചികിത്സ നടത്തി. പക്ഷേ ഇരു കൈകളും നീട്ടി ആ സുലുസുല്ലയിൽ അഖീറിൽ അല്ലാഹു ഇറങ്ങി വന്ന് എന്നോട് ചോദിക്കൂ എന്ന് പറയുമ്പോ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് നയനങ്ങൾ നനച്ച് ഈറനണിയുന്ന കണ്ണുകളുമായി, വിതുമ്പുന്ന ഹൃദയവുമായി, വിറക്കുന്ന അധരങ്ങളുമായി നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നം മാറാൻ തീയിനെ പോലും തണുപ്പാക്കിയ റബ്ബുണ്ടെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിനുള്ളിലില്ലേ? നമ്മളെല്ലാവരുടെയും അറിവല്ലേ ചരിത്രം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്ക് പെട്ടപ്പോ ആ തീയിനെ തണുപ്പാക്കി മാറ്റിയ റബ്ബുണ്ട് എന്ന ഉറച്ച ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിച്ചില്ലേ? 18 വർഷത്തോളം ജീവിതത്തിൽ അസഹ്യമായ രോഗം പിടികൂടിയിട്ട് എന്തു വലിയ ത്യാഗിയായിരുന്നു അദ്ദേഹം. എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമ്പോ, മക്കളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരും കുടുംബക്കാരും കച്ചവടവും സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ഒന്നൊന്നായി നശിച്ചു പോകുമ്പോഴും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. മാറിയില്ലേ? അയ്യൂബ് നബിയുടെ അസുഖം മാറിയില്ലേ? പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒരു ഹദീസിന്റെ ആശയം നമുക്ക് കാണാൻ കഴിയും. ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ട്, പക്ഷെ അതിന്റെ ആശയം ശരിയാണ്. ലാ തഅജിസു ഫി ദുആ. നിങ്ങൾ ഒരിക്കലും ദുആഇന്റെ വിഷയത്തിൽ അശക്തരാവരുത്. ഫഇന്നഹു ലൻ യഖ്ലിക മഅ ദുആഇ അഹദുൻ. പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരാളും ശിക്ഷിക്കപ്പെടുകയില്ല. പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരാളും നശിക്കുകയില്ല. ദുആ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഉമ്മയുടെ പ്രയാസത്തെ ഡോക്ടറിന്റെ മുമ്പിൽ തേങ്ങി പറയുന്നതിനപ്പുറത്ത് അള്ളാന്റെ മുമ്പിൽ പറയാൻ നമ്മൾ സമയം കണ്ടോ? ഭാര്യയുടെ പ്രശ്നങ്ങളെ, ഭർത്താവിന്റെ പ്രശ്നങ്ങളെ, മക്കളുടെ പ്രശ്നങ്ങളെ, ലഹരിക്കടിമപ്പെട്ട് ജീവിത ദുരന്തങ്ങളിലേക്ക് കാലുകൾ വെച്ചുപോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ആലോചിച്ച് പ്രിയമുള്ളവരെ കൗൺസിലർ സെന്ററുകൾ അന്വേഷിച്ച് തേടി നടക്കുമ്പോ ലോകത്തിന്റെ റബ്ബിന്റെ സഖാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ഇരു കണ്ണുകളും നനച്ചുകൊണ്ട് റബ്ബേ എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണമേ എന്ന് എത്ര ഉമ്മമാർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ പ്രാർത്ഥനയെ നമ്മൾ എത്ര ഉപയോഗപ്പെടുത്തി? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരീക്ഷണത്തിന്റെ ശത്രുവാണ് പ്രാർത്ഥന. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ. ഏറ്റവും നല്ല മരുന്ന് പ്രാർത്ഥനയാണ്. അദുവുൽ ബലാ, പരീക്ഷണത്തിന്റെ ശത്രുവാണ്. നമ്മൾ ഒരാൾ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ നമുക്ക് എത്ര ധൈര്യം ഉണ്ടാവും അല്ലേ? ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരിക, നമ്മുടെ കയ്യിലൊരു തോക്കുണ്ട്, ധൈര്യമായിട്ടില്ല നമ്മള്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഏത് രോഗം വന്നാലും തളരില്ല വിശ്വാസി. ഏത് പ്രശ്നങ്ങൾ, സാമൂഹ്യമായ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വിശ്വാസി തളരില്ല. കാരണം അവന്റെ കയ്യിൽ വല്ലാത്ത മൂർച്ചയുള്ള ഒരു ആയുധമുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഒരിക്കലും ഉന്നം പിഴക്കാത്ത ചില അമ്പുകളുണ്ട് വിശ്വാസികളുടെ കയ്യിൽ. അതാണ് പ്രാർത്ഥന. ആ അമ്പുകൾ കുന്നം പിഴക്കില്ല, ദുആ പിഴച്ചു പോവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നുണ്ട്, വയുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു വയർഫഉഹു വയുഖഫിഫുഹു.
നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പരീക്ഷണത്തെ തടയാൻ കഴിയും, അതിനെ ചികിത്സിക്കാൻ കഴിയും, അത് വന്നിറങ്ങുന്നതിനെ തൊട്ട് തടയാൻ കഴിയും. അതല്ലെങ്കിൽ പരീക്ഷണം വന്നിറങ്ങിയാൽ അതിനെ ഉയർത്താൻ കഴിയും, പരീക്ഷണത്തിന്റെ കാഠിന്യത്തിന്റെ അളവ് കുറക്കാൻ കഴിയും. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ധാരാളമായി ചോദിക്കുക, പടച്ചവനോട് ചോദിക്കുക, മനുഷ്യന്മാരോടല്ല. മനുഷ്യന്മാരോട് ചോദിച്ചാൽ അവരൊക്കെ ദേഷ്യപ്പെടും, അല്ലെ? ഒരാളോട് നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഒരു 5000 റുപ്യ കടയിൽ വെച്ച ഫസ്റ്റ് നമ്മൾ തമ്മിൽ അങ്ങനെയാണോ, ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും പറഞ്ഞാളെ എന്നൊക്കെ ചിലപ്പോൾ പറയും. രണ്ടാം വട്ടം ചോദിച്ചാൽ ഒരു ചെറിയ അല്ലെ ആ മെസ്സേജിന് റീപ്ലൈ തരില്ല അല്ലെ? ഇപ്പൊ അതിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുമ്പോ അയച്ചു, ഒരു 4 തവണ ചോദിച്ചു നോക്കി, അക്കൗണ്ട് കാലിയാണെന്ന് പറയും. അതുകൊണ്ടാണ് അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു. അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാലാണ് അല്ലാഹു ദേഷ്യപ്പെടുക. അല്ലാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുക്ക് ദേഷ്യം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നബിയെ പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ ബികും റബ്ബി, എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുന്നതല്ല, റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. പ്രാർത്ഥിക്കണം, മടിക്കരുത്. അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മൾ ആരും പ്രിയമുള്ളവരെ മടിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ചോദിക്കണം. ഇദാ സഅല അഹദുകും ഫൽയുക്സിർ ഫഇന്നമാ യസ്അലു റബ്ബഹു. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ കുറെ ചോദിച്ചോളി, എന്തെന്നെ ചോദിച്ചോളി, കുറെ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചോളി. കാരണം ചോദിക്കുന്നത് ആരോടാ? നമ്മുടെ റബ്ബിനോടാ. ആരാ അറിയാ പ്രിയമുള്ളവരെ? ആരാ അറിയാ? ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചത് നിങ്ങൾക്കറിയോ? നമുക്ക് ചോദിക്കാമല്ലോ. ആരോരും അറിയാതെ ഇരുട്ടിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു മുസല്ലയും വിരിച്ച് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പറയുന്ന ചില വാക്കുകൾക്ക് പ്രിയമുള്ളവരെ അതിന്റെ ആഴവും അതിന്റെ പരപ്പും പടച്ചവും മനസ്സിലാക്കി നമുക്ക് തരും. മക്ക എന്ന ഊഷര മരുഭൂമിയിലേക്ക് പ്രിയതമയെയും ചോരപ്പൈതലിനെയും വിട്ടുപോകുമ്പോ ഇബ്രാഹിം നബി നടത്തിയൊരു പ്രാർത്ഥനയായിരുന്നു, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ, പടച്ചവനെ എന്റെ മക്കളിൽ നിന്ന് ഈ മക്കയിൽ ഒരു ദൂതനെ നീ നിയോഗിക്കണം. അതിന്റെ റിസൾട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ഇന്നും വാഴ്ചപ്പെടുന്ന പ്രവാചകന്മാരിൽ പ്രിയമുള്ളവരെ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ളാൽ, നിങ്ങളെല്ലാവരും വഴികേടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയവനൊഴികെ, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ആർക്കാണോ ഹിദായത്ത് നൽകിയിട്ടുള്ളത്, ഞാൻ ആരെയാണോ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, അവരല്ലാത്തവരെല്ലാം വഴികേടിലാണ്. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണേ. അല്ലാഹുവോട് ചോദിക്കേണ്ട ഫസ്റ്റുള്ള കാര്യം അതാ. സമ്പത്ത് ചോദിച്ചു, ആരോഗ്യം ചോദിച്ചു, മക്കളെ ചോദിച്ചു, സൗന്ദര്യം ചോദിച്ചു, വിശാലത ചോദിച്ചു, പക്ഷേ ആദർശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? പടച്ചോനെ തൗഹീദിൽ നിലനിർത്തി തരണേ. അല്ലാഹുവേ ഹിദായത്ത് പഠിപ്പിക്കരുതേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൽ പ്രിയമുള്ളവരെ റസൂലിന്റെ ആദ്യത്തെ പ്രാർത്ഥന ഹിദായത്തിന് വേണ്ടിയിട്ടാണ്. ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകന്റെ അധരങ്ങൾ ആ പടച്ച റബ്ബിനോട് ചോദിച്ചത് ഹിദായത്താണെങ്കിൽ നമ്മളൊക്കെ പിന്നെ എത്ര ചോദിക്കണം? അടുത്തത് അല്ലാഹു പറയാ, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജായ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, എല്ലാവർക്കും വിശപ്പുള്ളവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ആവശ്യപ്പെടണേ. വിശപ്പുണ്ടാകും മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, പല രീതിയിലല്ലേ ഗസയിലെ ഫലസ്തീനിലെ മക്കൾ പരീക്ഷിക്കപ്പെടുന്ന നമ്മൾ കാണുന്നില്ലേ? ഭക്ഷണപ്പൊതിയെ കാത്തുനിന്ന് ഉപ്പയും മകനും ഒരിത്തിരി പോന്ന ധാന്യക്കിറ്റിന് വേണ്ടി പോയി നിൽക്കുമ്പോ വെടിയേറ്റു വീണ സ്വന്തം മകനെ ഷോൾഡറിലേക്ക് എടുത്തു വരുന്ന ഒരു പിതാവിന്റെ മനസ്സെന്താണ്? അവരുടെ ആ വിശപ്പിന്റെ അവസ്ഥ എന്താണ്? പട്ടാളക്കാർ നൽകിയ ഒരൽപ്പം ഭക്ഷണം, ആ ഭക്ഷണം കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോ ക്രൂരന്മാർ വെടിവെച്ചുകൊള്ളുന്ന ഫലസ്തീനിന്റെ കഥ നമ്മൾ കേട്ടില്ലേ? വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും പ്രാർത്ഥിക്കണം. പട്ടിണിയിലേക്ക് തള്ളപ്പെടുക എപ്പോഴാണെന്ന് അറിയില്ല. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലാഹു പറയാ,
കുല്ലുക്കും ആർ, നിങ്ങളെല്ലാവരും വിവസ്ത്രരാൻ, നിങ്ങൾക്ക് ആർക്കും വസ്ത്രം ലഭിക്കുകയില്ല ഞാൻ വസ്ത്രം നൽകിയാൽ ഒഴികെ. അതുകൊണ്ട് ഫസ്തഖ്സൂനി, നിങ്ങൾ എന്നോട് വസ്ത്രത്തെ ആവശ്യപ്പെടണം. അള്ളാഹുവോട് വസ്ത്രത്തിന് ചോദിക്കണം. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാളിന്റെ തൊട്ടു മുമ്പ് ജനിക്കാനിരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞും, അതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ ജിന്നുവർഗവും എല്ലാവരും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, അല്ലാഹ് പറയാ, ലോകത്തുള്ള മനുഷ്യ പരമ്പര മുഴുവൻ, ജിന്നു പരമ്പര മുഴുവൻ, അവരെല്ലാവരും ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഓരോരുത്തരായി ചോദിക്കുകയാണ് അവരുടെ ആവശ്യം. അല്ലാഹ് പറയാ, ഞാൻ എല്ലാവരുടെ ആവശ്യം നിറവേറ്റിയാലും പിന്നെയും ഖജനാവ് വിശാലാണ്, ഒരിക്കലും കുറയില്ല എന്നാണ്. ഒരു വിരല് നിങ്ങൾ കടലിൽ ഒന്ന് മുക്കിയെടുത്താൽ വെള്ളം എത്ര കുറയോ? വല്ലതും കുറയോ? അതുപോലെയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെ സർവ്വ ആവശ്യം നൽകിയാലും അള്ളാന്റെ ഖജനാവ് വിശാലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾ ധാരാളമാണ്, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അത് നിരന്തരമായി പടച്ചോനോട് പറയുമ്പോൾ അതിനൊരു സമാധാനമുണ്ട്. മറ്റുള്ളവരോട് പറയുന്ന പോലല്ല. ഒന്നിനും കഴിയാതെ പ്രിയമുള്ളവരെ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഔലിയന്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം? സ്വന്തം ലിവറിനെ നിയന്ത്രിക്കാൻ കഴിയാതെ രോഗം വന്ന് മരിച്ചവർ, ഷുഗർ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാതെ രോഗം വന്ന് മരണപ്പെട്ട അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരിക്കലും ഒന്നും സംഭവിക്കാത്ത സർവശക്തനായ, സർവ്വതിന്റെയും ഉടമസ്ഥനായ, എല്ലാ നിലക്കും നമ്മെ അറിയുന്നവനായ, നമ്മുടെ ഹൃദയത്തിന്റെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കുന്നവനായ, നമ്മുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ അളവ് പോലും അറിയുന്നവനായ റബ്ബിനെ നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം. അതുകൊണ്ട് ആ റബ്ബിനോട് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരാത്തൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മടിക്കരുത്. എന്താ മടി എന്ന് വെച്ചാൽ, ചില ആളുകൾക്കുള്ള മടി എന്താന്ന് വെച്ചാൽ, ഞാൻ കുറെ തെറ്റ് ചെയ്തു, ഇനിയിപ്പോ റബ്ബിക്ക് ഉത്തരം തരുമോ, ഞാൻ അങ്ങനെ ആയിട്ടില്ലേ. അതൊരു ഇബ്ലീസിന്റെ വേറൊരു കളിയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ലോകത്തെ ഏറ്റവും ശർറു ഖൽഖ്, ഏറ്റവും വൃത്തികെട്ട സൃഷ്ടി ആരാ? ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ധിക്കരിച്ച ആളാരാ? ഇബ്ലീസാണ്. ആ ഇബ്ലീസ് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഇബ്ലീസ് അള്ളാഹുവിനോട് ഒരു ആവശ്യം പറഞ്ഞു, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, പടച്ച റബ്ബേ എനിക്ക് അന്ത്യനാൾ വരെ ആയുസ് തരണേ. ഇബ്ലീസ് ചോദിച്ച ഒരു ആവശ്യമാണ് അള്ളാന്റെ മുമ്പിൽ. അള്ളാഹ് കൊടുത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അതുകൊണ്ട് നമ്മൾ എന്തിനാ മടിക്കുന്നത്? നമ്മൾ ചോദിക്കുക, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം.